ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ B6 മോഡൽ വണ്ടിയാണ്. നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറ്റണം. അതേപോലെ വണ്ടിക്ക് പിക്കപ്പ് ഇല്ല, പിക്കപ്പ് കുറവുണ്ട്, ക്ലച്ചിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട്. എൻഡ് ബുഷ്, ഹാൻഡിലിൻ്റെ സൈഡിൽ വരുന്ന എൻഡ് ബുഷ് പിടിപ്പിക്കുക, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ക്ലച്ച് ഡിസ്കിൻ്റെയാണ് കംപ്ലയിൻറ്റ്. നമ്മൾ ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻറ്റ് നമ്മൾ കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഡിസ്കും അതിൻ്റെ അതിനോട് വിളിച്ചൊരു ഈ വീലുകളും ഡാമേജ് ആണ് കേട്ടോ. അപ്പോൾ ക്ലച്ച് ഡിസ്കും പ്ലേറ്റ് ഈ വീലുകളടക്കം വരുന്ന കിറ്റായിട്ടാണ് ശരിക്കും കമ്പനി വരാം. നിലവിൽ ഇതാണ് അതിൻ്റെ ക്ലച്ച് അസംബ്ലി വരുന്നത്. 1504 രൂപയാണ് നമുക്കതിന് റേറ്റ് വന്നത് കേട്ടോ. അതിനകത്ത് ഈ 2 വീലുകൾ വരും, ഈ ഒരു പ്ലേറ്റ് വരും, ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് അടക്കം വരുന്ന പ്രഷർ പ്ലേറ്റ് അടക്കം അതിനകത്ത് വരുന്നുണ്ട്. 1504 രൂപ. പിന്നെ നമുക്കതിൻ്റെ ഗ്യാസ്കറ്റ് മെറ്റൽ ഗ്യാസ്കറ്റ് ആയതുകൊണ്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ, ഓയിൽ ബോട്ട് വാഷൊക്കെയാണ് നമുക്ക് വരാം. നമുക്കിത് ശരിക്കും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസം, ഒരു 2-3-4 മാസം മുമ്പ്, അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമായിട്ടുണ്ടാവും. അതിനുള്ളിൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചായിരുന്നതാണ്. എഞ്ചിൻ അഴിച്ചിട്ട് അതിൻ്റെ അഴിക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ഗിയർ ഷാഫ്റ്റിൻ്റെ ബെയറിങ് കംപ്ലയിൻറ്റ്, അതായത് മെയിൻ ഷാഫ്റ്റിൻ്റെ ബെയറിങ് കംപ്ലയിൻറ്റ് വന്നിട്ട് നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗം അഴിക്കേണ്ടി വന്നതാണ്. അതേപോലെ തന്നെ സിലിണ്ടർ കിറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ്. അപ്പോൾ അന്ന് നമ്മൾ ചെയ്യാതെ കൊണ്ട് മാറ്റി നിർത്തിയൊരു കംപ്ലയിൻ്റാണ് ഈ ക്ലച്ചുമായി. അന്ന് മാറ്റാതെ കൊണ്ട് പാർട്സ് മാറ്റിയില്ല, ക്ലച്ച് ഡിസ്ക് മാറ്റാതെ നമ്മൾ പെൻഡിങ്ങിൽ ഇട്ടായിരുന്നൊരു വർക്കാണ് ഈ ക്ലച്ചിൻ്റെ കേട്ടോ. ഇപ്പോൾ അത് നമുക്ക് കംപ്ലയിൻറ്റിലേക്ക് മാറ്റേണ്ടി വന്നു. അന്ന് നമ്മൾ ചോദിക്കുമ്പോൾ എമൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് നമ്മൾ തൽക്കാലം അത് പെൻഡിങ്ങിൽ ഇട്ടതാണ്. ഓൾറെഡി കസ്റ്റമറുടെ അടുത്തൊക്കെ മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മൾ അയച്ചത്. ഇപ്പോൾ ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആയിട്ട് നല്ല രീതിയിൽ റേസിങ് കാണിക്കുന്നു, വണ്ടി മൂവ് ആവണില്ല, അതൊക്കെയാണ് എൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ക്ലച്ച് ഡിസ്കും പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാം. അന്ന് ചെയ്തേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സ് ബെയറിങ്ങുകൾ മാറ്റിയിട്ടുണ്ട്, സിലിണ്ടർ കിറ്റൊക്കെ മാറ്റി, വാൽവിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്തായിരുന്നത്. അതിനകത്ത് അന്ന് ക്രാങ്ക് ഷാഫ്റ്റ് ഒന്നും മാറ്റിയിട്ടില്ല. അന്ന് ക്രാങ്കിൻ്റെ അസംബ്ലി കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതും ആ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളത് വർക്ക് കയറ്റിയപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊന്നും അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി നമ്മൾ വിളിച്ച് പറഞ്ഞായിരുന്നതാണ് കസ്റ്റമറുടെ അടുത്ത്. ഓൾറെഡി വാട്സാപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വർക്കാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ വാട്സാപ്പിൽ കണ്ടു കഴിയുമ്പോൾ ഇനി എന്തെങ്കിലും വർക്കുകൾ എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സംഭവം നമ്മളിപ്പോൾ പറഞ്ഞേക്കണം, ഇതിലെന്തെങ്കിലും കാര്യങ്ങൾ കൺഫ്യൂഷൻ, എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം പെർമിഷൻ കൊടുക്കുക കേട്ടോ. കണ്ടും മനസ്സിലാക്കി എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചു. നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ നേരിട്ട് വിളിച്ച് ചോദിക്കണം, മനസ്സിലാവാത്തതുണ്ടെങ്കിൽ. അപ്പോൾ വിളിച്ച് ചോദിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് പെർമിഷൻ കൊടുക്കാൻ പാടുള്ളൂ. പെർമിഷൻ കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതിനകത്ത് പിന്നീട് നമുക്ക് വേറെ തർക്കങ്ങളൊന്നും വരാതിരിക്കാനാണ് നമ്മളങ്ങനെ എടുത്ത് പറയണതിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക. നമ്മൾ ചെയ്യുന്ന ഐറ്റംസ് ഇതൊക്കെയാണ്, ഉപയോഗിക്കുന്ന പാർട്സുകൾ ഇതാണ്. ഓക്കെ, അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് നമുക്ക് കോൺടാക്ട് ചെയ്യാം. നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റും. ആ രീതിയിലേക്കാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ബൈ ചാൻസ് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നോക്കിയിട്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ.